ഇവിടെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, ഹൈറിച്ച് തട്ടിപ്പിൽ കുറ്റപത്രത്തിൻ്റെ ആദ്യ ഭാഗം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ PMLA കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്ക് KD പ്രതാപന് സ്വാഭാവിക ജാമ്യം കിട്ടരുത് എന്ന് കരുതിയിട്ടാണ് അയാൾ പുറത്തിറങ്ങിയത്. ഇങ്ങനെ ഒരു സാമ്പത്തിക കുറ്റകൃത്യ ക്രിമിനൽ പുറത്തിറങ്ങരുത് എന്ന് കരുതിയിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തായാലും ഇനിയും ഒരുപാട് കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനുണ്ട്. അന്വേഷണം തുടരുന്നു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഇതിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് എഫേർട്ട് അവർ ഇതിലെടുത്തിട്ടുണ്ട്. കാരണം അത്രയും വിപുലമായൊരു തട്ടിപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നത് മാൻ പവർ വളരെ കുറഞ്ഞൊരു അന്വേഷണ ഏജൻസിയാണ്. അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് ഏകദേശം 11,500 പേജാണ് അവർ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ. അതിൽ ഏകദേശം 37 പ്രതികളെയും ആദ്യഘട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ഒരുപാട് അഭിനന്ദനങ്ങൾ. അവരെന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ പലരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഈ അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് കാരണം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും ഇനി ഒരുപാട് പേര് ജയിലിൽ കിടക്കാൻ വേണ്ടി പോകുന്നതും. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 37 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. അതിൽ 37 പേരും ആളുകളല്ല, പലതും കമ്പനികളാണ്. ഈ കമ്പനികൾക്കെതിരെ വന്ന കേസിൽ ആ കമ്പനിയുടെ പാർട്ട്ണർമാർ, അതിൻ്റെ ഓണേഴ്സ് കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അങ്ങനെയുള്ള 37 പേരുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടായ 37 പേരുകൾ. അതിൽ ഒന്നാമത്തെ പ്രതി പ്രതാപൻ KD തന്നെയാണ്. 43 വയസ്സ്, കോലാട്ട് ഹൗസ്, നെടുമ്പുഴ PO. ഇപ്പോൾ നെടുമ്പുഴയാണ് താമസിക്കുന്നത്. ശരിക്കും ഇവരുടെ വീട് വേറെ സ്ഥലത്താണ്. രണ്ടാം പ്രതി ശ്രീനാ പ്രതാപൻ, 37 വയസ്സ്, വൈഫ് ഓഫ് KD പ്രതാപൻ. മൂന്നാം പ്രതി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി. നാലാം പ്രതി ഹൈറിച്ച് സ്മാർട്ട് ടെക്. അഞ്ചാം പ്രതി ഹൈറിച്ച് DSCO. ഇതൊക്കെ ഇവരുടെ കമ്പനികളാണ്. ഇതിലെല്ലാം തന്നെ ഈ ശ്രീനാ പ്രതാപനും അതുപോലെ തന്നെ പ്രതാപനും സമാധാനം പറയേണ്ടി വരും. ഇവരുടെ കമ്പനിയാണ്. ആറാം പ്രതി റീത്ത വീടി പതുക്കെ മുങ്ങിയിരിക്കുകയായിരുന്നു. ഈ കമ്പനി തുടങ്ങുന്നതിന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇവർ മുൻപ് ഈ സ്ത്രീ ഇതിന് മുൻപും ഇതേപോലെ കേസിൽ പെട്ടിട്ടുള്ള ആളായിരുന്നു എന്നാണ് ശ്രീനാ പ്രതാപൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രതാപൻ ഗ്രീൻ ക്വാലിറ്റി തട്ടിപ്പ് നടത്തിയിട്ട് കോടതി കയറി ഇറങ്ങുമ്പോൾ ഈ കോടതി വരാന്തയിൽ വെച്ച് ഇതേ സാമ്പത്തിക കുറ്റകൃത്യത്തിന് മറ്റൊരു കേസിൽ വന്ന ഈ റീത്തയുമായി കാണുകയായിരുന്നു എന്നാണ് ശ്രീനാ പ്രതാപൻ പറയുന്നത്. അങ്ങനെ ഇവർ അവിടെ നിന്നൊരു കമ്പനി തുടങ്ങി. ഇതിൽ കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കയ്യിൽ പൈസ ഒക്കെ ആയപ്പോൾ ഇവർ ചവിട്ടി പുറത്താക്കിയതാണോ അതോ റീത്ത സ്വയം പുറത്തു പോയതാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ED പെട്ടലേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ കമ്പനി തുടങ്ങിയ ഈ ഡയറക്ടർ ബോർഡിൽ ആദ്യം ഉണ്ടായിരുന്ന റീത്ത, ഇതാണ് ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ, ഈ ചുരിദാറിട്ടിരിക്കുന്നത്. ഈ റീത്തയെയും 6ാമത്തെ പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ട്. കൃത്യമായ തീരുമാനമാണ്. കാരണം കമ്പനി തുടങ്ങിയ ആളുകൾ തന്നെ വരാണല്ലോ ആദ്യം വരാൻ വേണ്ടി. 7ാമത് സോഫ്റ്റ് പ്ലസ് ടെക്നോളജി. ഇത് മിക്കവാറും കള്ളപ്പണം വെളുപ്പിച്ചതിനായിരിക്കാനാണ് സാധ്യത. ഈ സോഫ്റ്റ് പ്ലസ് ടെക്നോളജി എന്നത് കൊടുവള്ളിക്കാരനായ റിയാസ് വീട്ടിയുടെ കമ്പനിയാണ്. 8ാം പ്രതി റിയാസ് വീട്ടി തന്നെയാണ്. അദ്ദേഹത്തെയും പ്രതി ചേർത്തിട്ടുണ്ട്. കൊടുവള്ളിക്കാരനായ റിയാസ് വീട്ടി. 9ാം പ്രതി ഹൈറിച്ച് സിന്ധു അസോസിയേറ്റ്. നമ്മുടെ മാഹിക്കാരനായ ഒരു പ്രകാശ് ഡോക്ടറുടെ കമ്പനിയാണ്. വൈഫിൻ്റെ പേരിലാണ് കമ്പനി തുടങ്ങിയത്. വൈഫ് കുടുങ്ങിപ്പോയി. ഇപ്പോൾ 10ാം പ്രതി സിന്ധു പ്രകാശൻ ഡോക്ടറുടെ ഭാര്യയാണ്, പെട്ടുപോയിട്ടുണ്ട്. ഇനി എറണാകുളത്ത് ഒരു വീടൊക്കെ എടുത്താണ് താമസിക്കാം. കോടതി നടപടികളൊക്കെ എളുപ്പമാകാൻ. 11ാം പ്രതി ദിലീപ് അസോസിയേറ്റ്. നമ്മുടെ തിരൂർ ദിലീപ് ഷാജു മലപ്പുറം ജില്ലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം അറിയിച്ചിട്ടുണ്ട്. 12ാം പ്രതി ദിലീപ് ഷാജു തന്നെയാണ്. ദിലീപ് അസോസിയേറ്റ് എന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ്. അത് 11ാം പ്രതിയും 12ാം പ്രതി ദിലീപ് ഷാജുവുമാണ്. 13ാം പ്രതി അനന്തപുരി അസോസിയേറ്റ്. നമ്മുടെ എൻ്റെ വീഡിയോക്ക് അടിയിൽ വന്നിട്ട് സ്ഥിരമായിട്ട് ചീത്ത വിളിക്കുന്ന മുകുന്ദ് ചേട്ടനുമായിട്ട് ബന്ധമുള്ള കമ്പനിയാണ്. പക്ഷേ ഓണറായിട്ട് കാണിക്കുന്നത് അനിൽകുമാർ TP എന്ന് പറയുന്ന ഒരാളെയാണ്. ഒരുപക്ഷെ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഒറിജിനൽ പേരായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും. ഒരു പെൺകുട്ടിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു, അനന്തപുരി. 14ാം പ്രതി അനിൽകുമാർ TP അനന്തപുരി അസോസിയേറ്റിൻ്റെ ഓണറാണെന്നാണ് ഈ കുറ്റപത്രം പറയുന്നത്. 15ാം പ്രതി റോയൽ ഗ്രാൻഡ് ഡിജിറ്റൽ അസോസിയേറ്റ്, നമ്മുടെ സുരേഷ് ബാബു CPൻ്റെ. അദ്ദേഹമാണ് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. 11 കോടിയോളം രൂപ അദ്ദേഹത്തിനും കുടുംബത്തിനുമായിട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും 15ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. 16ാം പ്രതി അദ്ദേഹം തന്നെയാണ്, സുരേഷ് ബാബു CP. 50 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. തളിപ്പറമ്പാണ് വീട്, തളിപ്പറമ്പ് ടൗൺ. 17ാം പ്രതി ടാൻസ് അസോസിയേറ്റ്, നമ്മുടെ ദിനുരാജ്. അദ്ദേഹം വൈഫിൻ്റെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് മുങ്ങി നടക്കുകയായിരുന്നു, അങ്ങനെ മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ ED വൈഫിനെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിനെ തന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഓണറായിട്ട് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ്, ഒരു ഗോവക്കാരി വൈഫിനെയാണ്. പക്ഷേ അദ്ദേഹത്തെ തന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. 18ാമതായിട്ട് ദിൻരാജിനെ തന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. 17ആയിട്ട് ടാൻസ് അസോസിയേറ്റിനും അദ്ദേഹത്തിൻ്റെ കമ്പനിയും, 18ആയിട്ട് ദിൻരാജിനെ തന്നെയും പ്രതി ചേർത്തിട്ടുണ്ട്. പാലിയേക്കരയാണ്, ചിട്ടിശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ വീട്. 19ആയിട്ട് ഫിജീഷ് ഹൈറിച്ച് അസോസിയേറ്റ്, നമ്മുടെ ഫിജീഷ് സാർ. ശ്രീനാ പ്രതാപന് ആധാരം കൊണ്ടുകൊടുത്ത് പണയം വെച്ചിട്ട് കേസ് നടത്തിക്കോളൂ എന്ന് പറയാൻ ത്യാഗം കാണിച്ച ഫിജീഷ് സാർ. എനിക്കത് വേണ്ടി വരില്ല, അത് ED കൊണ്ടുപോകും. ഇപ്പോൾ ED കൊണ്ടുപോയി വിറ്റിട്ട് ഇതിൽ പൈസ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണ് സാധ്യത. 20ാമതായിട്ട് ഫിജീഷ് കുമാർ, 49 വയസ്സ്, അദ്ദേഹം തന്നെ. 21ാമതായിട്ട് ഈ കമ്പനിയുടെ കേസിലും ഈ ആളുകൾ തന്നെ പോണ്ടി വരും, ഇവരുടെ പേരിലുള്ള കേസിലും ഇവർ തന്നെ പോണ്ടി വരും. 21ാമതായിട്ട് വാരിയസ് ഇൻ്റർനാഷണൽ, അമ്പിളി എബ്രഹാമിൻ്റെ, നമ്മുടെ
ഇവിടെയുള്ള വിലങ്ങാടുള്ള അമ്പലി എബ്രഹാം ഇവർ സ്വന്തമായിട്ട് ഇവർ പ്രിൻ്ററൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം ഇ ഡി പറയുന്ന രേഖകൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് 4 കൊല്ലത്തെ ബാങ്കിൻ്റെ ട്രാൻസാക്ഷനൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് ഇ ഡി ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 3000 പേജൊക്കെ വരും. അപ്പോൾ ഇത് സ്വന്തമായിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്ററൊക്കെ മേടിച്ച ഒരാളാണ് ഇവർ. 22ാമതായിട്ട് അമ്പലി എബ്രഹാം അദ്ദേഹം തന്നെയാണ്, മകനെ ഒഴിവാക്കിയിട്ടുണ്ട്. 23ാമതായിട്ട് ഗംഗാധരൻ അസോസിയേറ്റ്, ഗംഗാധരൻ 63 വയസ്സ്, പറമ്പത്ത് ഹൗസ്, ആലപ്പടമ്പ, കണ്ണൂർ. 24ാമതായിട്ട് ഗംഗാധരൻ പി തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. 25ാമതായിട്ട് ആൽത്തറയിൽ അസോസിയേറ്റ് നമ്മുടെ സമീർ ആൽത്തറയിലെ. 26ാമതായിട്ട് അദ്ദേഹം തന്നെ സമീർ വി എ 40 വയസ്സ്, വിഴിലി, പാലക്കാട്. 27ാമതായിട്ടൊരു സൂപ്പർ സ്റ്റാറാണ് ജിനിൽ ടി ജെ, 27ാം പ്രതിയായിട്ട് ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുതിയ തട്ടിപ്പായിട്ട് നടക്കുകയാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, ഇനി കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ജിനിൽ ടി ജെ, തെക്കുമുറിയിൽ ഹൗസ്, കണിച്ചേരി പി ഒ, കണ്ണൂർ. പിന്നെ 5 ലൈൻ അസോസിയേറ്റ് 28ാമതായിട്ട്. 29ാമതായിട്ട് അതിൻ്റെ ഓണർ കനകരാജ് FM 63 വയസ്സ്. പിന്നെ 30ാമതായിട്ട് ഹൈ ഫ്ലയേഴ്സ്. 31ാമതായിട്ട് അതിൻ്റെ ഓണർ ബഷീർ കുട്ടൂർ എന്നറിയപ്പെടുന്ന ചങ്ങാതി, MM ബസാർ, കുട്ടൂർ. പിന്നെ 32ാമതായിട്ട് ഇൻസ്പയർ ഗ്രാൻഡ് അസോസിയേറ്റ്. 33ാമതായിട്ട് അതിൻ്റെ ഓണർ ലക്ഷ്മണൻ PA 54, വെങ്ങാടാണ്. 34ാമതായിട്ട് മറ്റൊരു സൂപ്പർ സ്റ്റാറാണ് ഷമീന നസീർ, ലേഡീസ് ഇൻകം. കേസിൻ്റെ പുറകിൽ നടക്കുന്ന, ഇപ്പോഴും പണം പിരിച്ച് കേസ് ജയിച്ച് പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞ അത്ര കോൺഫിഡൻസിൽ നടക്കുന്ന ഷമീന നസീർ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 35ാമതായിട്ട് ഷമീന നസീറിൻ്റെ ഹസ്ബൻഡ് നസീർ CB, ചെത്തിക്കാട് ഹൗസ്, ആലുവ, ഇടം പിടിച്ചിട്ടുണ്ട്. 36ാമതായിട്ട് നമ്മുടെ മുനവർ സർ ഇടം പിടിച്ചിട്ടുണ്ട്, കുണുവാവ ഇടം പിടിച്ചിട്ടുണ്ട്. മുനവർ സർ ഇത് തമാശ കളിയാണെന്ന് വിചാരിച്ചു. 27 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. കാസർഗോഡുകാരനാണ് മുനവർ സാർ. പിന്നെ 37ാമതായിട്ട് പ്രകാശ് പി നായർ, ഇവർക്ക് ഈ ബുദ്ധിയെല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിന്നിരുന്ന പ്രശാന്ത് പി നായർ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോലാഴി PO, തൃശ്ശൂർ. പിന്നെ വെബ് MEP ഓൺലൈൻ ട്രേഡേഴ്സ് എന്ന പേരിൽ 38ാമതായിട്ട്, അതും നമ്മുടെ പ്രശാന്ത് പി നായരുടെ കമ്പനിയാണ്. അങ്ങനെ 38 ആളുകൾ ഈ കുറ്റപത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിലിടക്ക് അപ്പീലിംഗ് കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് 3 പേര് ഡൽഹിയിലേക്ക് പോയിരുന്നുണ്ട്. ഡൽഹിയിൽ ഇരുന്നിട്ട് ഇതിൽ പൈസ വാങ്ങി നിക്ഷേപകരോട് 25 ലക്ഷം തരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷിബു എബ്രാം സാറ് തെണ്ടിയിരുന്നു. ഷിബു എബ്രാം സാറ് സൂം മീറ്റിങ്ങിൽ കുറേ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ എന്തുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ പൈസ ഇവരുടെ എല്ലാ അക്കൗണ്ടുകൾ ഫ്രീസാവാത്ത അക്കൗണ്ടുകൾ ഇവർ പുറത്തു വിടുകയും ചെയ്യില്ല. അപ്പോൾ ഇവർ 2 സാധുക്കളെ പിടിച്ചിട്ട്, ഒരു സുഫാന എന്നും സലാഹുദ്ദീൻ എന്നും പേരിലെ ഏതോ 2 സാധുക്കളെ പിടിച്ചിട്ട് ഈ നമ്പറിലേക്ക് പൈസ തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൂടെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ED പിടിച്ച് ഫ്രീസ് ചെയ്തു. അപ്പോൾ ആ 2 പാവങ്ങൾ കൂടിയും പോയി. അവരിനി ഈ ഒരു ഫ്രീസിങ് മാറാനും ഇതിലെ നിയമ നടപടികളൊക്കെ ആയിട്ട് നടക്കണം. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഇതിൽ പൈസ പോയവരോട്, ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ നിങ്ങളോട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുമ്പോൾ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇനിയിപ്പോൾ ഈ 2 പേര് ഇത് എവിടെയുള്ളവരാണെന്ന് അറിയില്ല, ഇവർ എത്ര തെണ്ടി തിരിഞ്ഞ് നടക്കണം ഇതിൻ്റെ പിന്നിൽ. എന്തായാലും അക്കൗണ്ട് ഫ്രീസ് ആയതോടുകൂടിയിട്ട് കേസ് നടത്തി ജയിച്ച് വരാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് വണ്ടി കയറിയ ഷമീന നസീറും നമ്മുടെ മാഡവും സൂം മീറ്റിങ്ങൊക്കെ കണ്ട് കുളിര് പോരിപ്പോയി. ഇത്രയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളെ വിശ്വസിച്ചിട്ട് കോടികൾ കൊണ്ടുകൊടുത്ത ആളുകളെ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. നാക്കെടുത്ത കളവ് മാത്രം പറയുന്ന സ്ത്രീയാണ് അവർ. ITIയിൽ പഠിച്ചിട്ട് ഞാൻ BTech ആണ് പഠിച്ചത് എന്ന് എവിടെ തള്ളുന്നത് കണ്ടിരുന്നു. ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുമ്പോൾ ITIയിലാണ് പഠിച്ചിട്ടുള്ളത്, ITCയിലാണ് പഠിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഞാൻ BTech കഴിഞ്ഞതാണ് സിവിൽ എന്ന് തള്ളിയിരുന്നത്. ഇങ്ങനെ നാക്കെടുത്ത കളവ് മാത്രം പറയുന്ന സ്ത്രീ ഇപ്പോഴും ഈ സൂം മീറ്റിങ്ങിലൊക്കെ വന്നിട്ട് കളവുകൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവർ 3 പേരും കൂടിയിട്ട് വിജയിച്ച് കയറാൻ വേണ്ടിയിട്ട് പോയിട്ട് ഈ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത അക്കൗണ്ട് ബ്ലോക്ക് ആയപ്പോൾ പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കൊച്ചി തന്നെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അന്വേഷണം ഇനിയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ED ഇതിൽ പൈസ നഷ്ടപ്പെട്ടവർക്ക് വിചാരണ കോടതിയെ, കൊച്ചിയിലെ PMLA കോടതിയെ സമീപിക്കാം പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. EDയുടെ അടുത്ത് നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് EDയുടെ കൊച്ചി ഓഫീസ് പ്രത്യേകമായി തന്നെ അവരുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. സാധാരണ ഈ കള്ളപ്പണം ഗവൺമെൻറ്റിലേക്ക് മുതൽ കൂട്ടുകയാണ് ചെയ്യാറ്. ഇതിൽ വിരുദ്ധമായിട്ട് അവർ നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം കേരളത്തിൽ ഇങ്ങനെയുള്ള നിക്ഷേപ തട്ടിപ്പുകളിൽ പെടുന്നവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അവരുടെ പക്കൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് EDയുടെ അന്വേഷണം കഴിയുന്നതിന് മുൻപ് നിങ്ങളുടെ പൈസക്ക് ക്ലെയിം ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ പെടാതെ പോയ കുറച്ച് പേരുണ്ട്, പേടിക്കേണ്ട. അത് കുറ്റപത്രം ആദ്യത്തെ ഭാഗമായിട്ടുള്ളൂ. നമ്മുടെ ഷിബു എബ്രാം സാറൊന്നും ഇതിൽ പെട്ടിട്ടില്ല. ഷിബു എബ്രാം സാറൊക്കെ നമ്മുടെ കുണുവാവ മുനവറിനേക്കാൾ ഒരുപാട് ഇരട്ടി പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പക്ഷേ അടുത്ത കുറ്റപത്രത്തിലൊക്കെ മിക്കവാറും വരുമായിരിക്കും. പേടിക്കാനില്ല. ശരി, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം.